പ്രേമ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സിന്ധു നദീജല കരാർ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അതിപ്പോഴും നിൽക്കുന്നുണ്ട്. ആ പ്രശ്നം നിൽക്കവേ തന്നെ വെള്ളത്തിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു തർക്കം, അതിനുവേണ്ടി ഒരു യുദ്ധം, ആ യുദ്ധത്തിലേക്ക്, അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതയുണ്ടോ? കാര്യം പാകിസ്ഥാന്റെ കരസേനാ മേധാവി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് വെറും ഡബ്ബായി ആണോ? അതെ, ശരിക്കും അല്ല, അത് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം നേരത്തെ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യും. അത് പറഞ്ഞത് ബിലാവൽ ഭൂട്ടോ ആണെന്ന് തോന്നുന്നു. അതെ, ബിലാവൽ ഭൂട്ടോയാണത് ഈ പ്രശ്നം. അതെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2.0, അതായത് രണ്ടാമത്തെ വെർഷൻ ഉടനെ ഉണ്ടാകും. അതിന് ഇന്ത്യയാണോ പറഞ്ഞത്? ഇന്ത്യയുടെ കരസേനാ മേധാവിയാണ് പറഞ്ഞത്. അപ്പൊ അത് മൂന്ന് സേനകളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും. അത് കുറെ കൂടി പരസ്പര സഹകരണത്തോടെ, ധാരണയോടെ മൂന്ന് സേനകളും ഒന്നിച്ച് പ്രവർത്തിക്കണം, നീങ്ങണം. പല രീതിയിലുള്ള ആയുധങ്ങളുടെ വിന്യാസവും മറ്റു കാര്യം, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴാണ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ, നേരത്തെ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം പഹൽഗാം ഭീകരാക്രമണമായിരുന്നു കാരണം. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളമാണ്. കാരണം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയല്ല, അത് മരവിപ്പിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ജലക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയുടെ ഒരു വികൃതിയും കൂടി ഇതിൻ്റെ അരങ്ങേറി. ഉഷ്ണതരംഗം, അതിന് കൂടെ തന്നെ എൽ നിനോ പ്രതിഭാസം എന്ന് പറഞ്ഞൊരു സംഗതി കൂടിയുണ്ട്. എൽ നിനോ അത് സംഗതി ഇത്രേ ഉള്ളൂ. നമ്മുടെ സമുദ്ര മേഖലയിൽ ചൂട് കൂടി അത് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് എൽ നിനോ. അത് 6-7 വർഷം കൂടുമ്പോഴാണ് അത് സംഭവിക്കുക. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വലിയ രീതിയിലുള്ള വരൾച്ച സൃഷ്ടിക്കുന്ന ഒരു സാധ്യത എൽ നിനോ അതിപ്പോ സംഭവിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉഷ്ണതരംഗം പറയുന്നത്. ഈ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 ദിവസമൊക്കെ അതിയായ ഉഷ്ണം നമുക്ക് അനുഭവപ്പെടുന്ന, അതിപ്പോ അന്നത്തെ ആ ദിവസം നമുക്ക് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് മറ്റേ സൂര്യാഘാതം പോലുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. അത് സാധാരണഗതിയിലേക്കാൾ അപേക്ഷിച്ച് 10 മുതൽ 15 ദിവസം വരെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ഉന്നതതല യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്. ചില സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ പറയാം: ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള വരൾച്ച ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. അപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഒരു നിരീക്ഷണ പ്രകാരം ഈ മാർച്ച് മുതൽ മെയ് വരെ, അതായത് ഈ വർഷം ഇപ്പോൾ മെയ് കഴിഞ്ഞു, ഈ മാർച്ച് മുതൽ മെയ് വരെയാണ് ഈ ഏറ്റവും വലിയ ഉഷ്ണം അനുഭവപ്പെടാനുള്ള സാധ്യത എന്നാണ് ഒരു നിഗമനം ഉണ്ടായത്. ഇത് കൂടാതെ ഈ ഫെബ്രുവരിയിലാണ്, ഈ 1901 മുതലാണ് ഇന്ത്യയിൽ ഈ കാലാവസ്ഥ രേഖപ്പെടുത്തി തുടങ്ങിയത്, ഓരോ ദിവസത്തെ കാലാവസ്ഥ രേഖപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ഈ 1901 മുതൽ ഇന്നോളം ഉള്ള രേഖപ്പെടുത്തലിൽ ഏറ്റവും ഉയർന്ന താപനില ഫെബ്രുവരി എന്ന് പറയുന്നത് ഈ ശൈത്യകാലം കഴിഞ്ഞു വരുന്നൊരു സമയമാണല്ലോ, ചൂടുണ്ടാകാൻ സാധ്യത. പക്ഷേ ഈ ഫെബ്രുവരിയിൽ വലിയ ചൂട് അനുഭവപ്പെട്ടു, മുമ്പ് ഉള്ളതിനേക്കാൾ വലിയ ചൂട്. ഇപ്പം നമ്മൾ ഈ കാലാവസ്ഥാ നിഗമനങ്ങളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചൂട്, കൂടിയ ചൂട്, അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഒരു കുറഞ്ഞ ചൂട് ഒരു ആവറേജ് ഉണ്ടാകും. ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ആണെങ്കിൽ ഈ കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഒരു ആവറേജ് കുറഞ്ഞ ചൂടെന്ന് പറയുന്നത് ആ 20 എന്നുള്ളത് 25, അതായത് കുറഞ്ഞ ചൂട് തന്നെ ഉയർന്ന താപനിലയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. അതില് ആ സംസ്ഥാനങ്ങളിൽ താപനില 43 ഡിഗ്രി സെൽഷ്യസ് മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നുള്ളതാണ്. ഉയർന്നു ഇപ്പോഴത്തെ കണക്ക്. നമ്മൾ ഈ കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയിലാണ് ഈ അത്യുഷ്ണം സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ പാലക്കാട് പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് ഉയർന്ന താപം. ആ അവസരത്തിലാണ് ഇവിടെ 47 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ പൊതുജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവം. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം
ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അവലോകന യോഗം വിളിച്ചു ചേർക്കുകയും വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ വൈദ്യുതി വിതരണം അത് മുടക്കമില്ലാതെ ഉറപ്പുവരുത്തണം. കാരണം AC, ഫാൻ മുതലായവ പ്രവർത്തിപ്പിക്കണം. പിന്നെ ജലവിതരണ ശൃംഖലകളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തണം. ആശുപത്രികളിൽ വേണ്ട മരുന്നുകൾ, ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള കാര്യം കുറഞ്ഞ വെള്ളം ഉള്ളതുകൊണ്ട് മലിനമായ വെള്ളമൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാം. പിന്നെ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക, അത്തരം ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം ആ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഇനി നേരെ എന്തുകൊണ്ട് ഇപ്പോൾ യുദ്ധമുണ്ടാകാം എന്നുള്ള ചർച്ച തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഇന്ത്യനേക്കാളും പരിതാപകരമാണ് പാകിസ്ഥാനിലെ അവസ്ഥ. പാകിസ്ഥാനിൽ അവിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് 51.5 ഡിഗ്രി സെൽഷ്യസ്, വളരെ കൂടുതലാണ്. അതായത് വെള്ളം തിളയ്ക്കുന്ന താപനിലയുടെ നേരെ പകുതി ആ രീതിയിലാണ് രേഖപ്പെടുത്തിയത്. അത് സിന്ധ് എന്ന് പറയുന്ന സിന്ധ് പ്രവിശ്യയിലെ ധാതു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. തൊട്ടടുത്ത ഏറ്റവും ഉയർന്ന താപനില ജക്കബാബാദ്, അതായത് നമ്മുടെ ബില്ലാദിനെ പിടികൂടിയ സ്ഥലമില്ല, അവിടെ 51 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അവിടുത്തെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരമായ കറാച്ചിയിൽ അനുഭവപ്പെടുന്നത് 44 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ ഈ കറാച്ചിയിൽ ഇത്രയും താപനില ഉള്ളതോടൊപ്പം തന്നെ അവിടെ അന്തരീക്ഷ സാന്ദ്രത കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഉഷ്ണത്തിന്റെ ശരീര ഊഷ്മാവ് അനുഭവപ്പെടുന്ന ഏതാണ്ട് 47 ഡിഗ്രി സെൽഷ്യസ് വരെ ആവി എടുക്കുക എന്നൊക്കെ പറയില്ല. അപ്പൊ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഈ സിന്ധു നദീജല കരാർ ഏതാണ്ട് മരവിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ പാകിസ്ഥാനിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം അവിടെ ഇപ്പോഴുള്ള വാട്ടർ ഫ്ലോ, സിന്ധു നദിയിലെ ജല ഒഴുക്ക് 15 മുതൽ 20% വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ജലവൈദ്യുത പദ്ധതികളും കുടിവെള്ള വിതരണ പദ്ധതികളും ജലസേചന പദ്ധതികളും എല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഈ സിന്ധു നദീതടത്തെയാണ്. അപ്പൊ അവിടുത്തെ പല അണക്കെട്ടുകളും ഇപ്പോ ഡെഡ് ലെവൽ എത്തി, വെള്ളമില്ല. അതായത് നമ്മൾ ഈ മറ്റേ റെഡ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലർട്ട് കൊടുക്കൂല്ലേ, യെല്ലോ അലർട്ട്, റെഡ് അലർട്ട്. മനസ്സിലായി. ഇത് ഡെഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണക്കെട്ടിന്റെ അതായത് അണക്കെട്ട് തുറന്നാൽ വെള്ളം പുറത്തോട്ട് പോകാത്ത അവസ്ഥ, വെള്ളമില്ല, ഡെഡ് ലെവൽ. ആ അവസ്ഥയിൽ പല ഡാമുകളും എത്തി എന്നുള്ളതാണ് അവിടുന്നുള്ള റിപ്പോർട്ട്. പിന്നെ സിയാൽകോട്ട്, ചെനാബ്, അതായത് സിയാൽകോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെനാബ് നദി പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്ന ഒരു എൻട്രൻസ് ആണ്. അവിടെ 26,000 ക്യൂസെക്സ് വെള്ളമാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ അതിപ്പോൾ 3640 ക്യൂസെക്സ് ആയിട്ട് കുറഞ്ഞു, പകുതിയായിട്ട് കുറഞ്ഞ ഒരവസ്ഥ. പിന്നെ തർബേല ഡാമിന്റെ ഡെഡ് ലെവൽ, അതായത് ഈ വെള്ളം ഷട്ടർ തുറന്നു വെച്ചാലും വെള്ളം പുറത്തു പോകാത്ത അവസ്ഥ എന്ന് പറയാൻ 1402 അടിയാണ്. അവിടെ നിലവിലെ ജലനിരപ്പ് 1465 ആണ്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ആ അണക്കെട്ട് വറ്റി വരണം. ചപ്ഷ ബാരേജ് എന്ന് പറയുന്നതിന്റെ ഡെഡ് ലെവല് 638 ആണ്. അത് 644 വരെ എത്തി, വലിയ താമസമില്ല അവിടെയും. മംഗ്ല എന്ന് പറയുന്ന ഒരു ഡാമിന്റെ 1050 അടിയാണ് ഡെഡ് ലെവൽ. അതിൽ 1163 വരെ ഉള്ള അവസ്ഥയിലെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ മാംഗ്ല, ദർബോല തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ, ഈ മൊത്തം അവിടുത്തെ പവർ സപ്ലൈയുടെ 30% ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഡാമുകളിൽ നിന്നും വെള്ളമില്ലാത്തതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ അവിടെ ഈ താപനില 51 ഡിഗ്രി സെൽഷ്യസ് വരെ ആയെന്ന് പറഞ്ഞല്ലോ, ഒരു ആശ്വാസത്തിന് ഒരു ഫാൻ ഇടാനോ AC പ്രവർത്തിപ്പിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി യുദ്ധം, പാകിസ്ഥാന്റെ മുൻ ഭീഷണികൾ പ്രകാരം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ്. നിലവില് അതിർത്തിയിൽ അത്തരത്തിലൊരു യുദ്ധാന്തരീക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നേരത്തെ മുതലുള്ള സൈനിക സന്നാഹങ്ങളെല്ലാം അതേപടി തന്നെ ഉണ്ട്. നമ്മുടെ കരസേനാ മേധാവി ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും. പിന്നെ ഇവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ അവരുടെ ദൈന്യത നിരന്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അവർക്ക് എന്താ പറ്റാൻ പോണ ഈ കെട്ടിക്കൊണ്ടിരുന്ന വെള്ളം അവരുടെ കയ്യിരിപ്പുണ്ടല്ലേ പറ്റിയ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അതിന്റെ സുസജ്ജമായ 3 സൈനിക വ്യൂഹങ്ങൾ, അവരുമായിട്ട് നേരിട്ട് നിൽക്കാൻ, എതിരിട്ട് നിൽക്കാൻ ഉള്ള ശക്തിയോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു സൈനിക വ്യൂഹമാണ് പാകിസ്ഥാന്റെ. ഒരിക്കലുമില്ല. അതേപോലെ ഈ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന അവിടുത്തെ വിഘടനവാദികളുണ്ടല്ലോ, അവരെ പോലും നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിന്. അപ്പോഴാണ് ഇന്ത്യയോട് ഇത്തരം വെല്ലുവിളി നടത്തുന്നത്. അപ്പോൾ ഇവിടെ അവരിപ്പോ ഒരു എന്താ പറയുക, നയതന്ത്രത്തിന്റെ സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര വേദികൾ, ഐക്യരാഷ്ട്രസഭ അതേപോലുള്ള വേദികളിലൊക്കെ
ഇന്ത്യക്കെതിരെ പരാതിയും പരിവേദനവുമായിട്ട് നടക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ ഇല്ലാതെ എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ കരാറിനെ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതോടൊപ്പം ഇന്ത്യ ഈ നദിയിലെ പരമാവധി വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ആഭ്യന്തര തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ സിന്ധ്, പഞ്ചാബ്, ഈ പഞ്ചാബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. സിന്ധ് എന്ന് പറയുന്ന സമ്പന്നന്മാരുടെ ഒരു മേഖലയാണ്. അപ്പൊ ഈ ഉള്ള വെള്ളം അത് വീതിച്ചെടുക്കുന്നത്, പണ്ട് നമ്മുടെ ഈ കാവേരി നദീജല തർക്കം എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ രണ്ട് പ്രവിശ്യകൾ തമ്മിലൂടെ കൂട്ടയടി നടക്കുകയാണ്. വെള്ളത്തിന് വേണ്ടി പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആഭ്യന്തര സംഘർഷങ്ങൾ നിൽക്കുന്നു. അപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ പാകിസ്ഥാൻ എന്തെങ്കിലും അവിവേകം ചെയ്യുമോ? ആ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ